പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജലി, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രമോദ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയല്ല, എനിക്ക് പത്രം കിട്ടുകയാണ് ഉണ്ടായത്. അത് ഞാനൊരു പാർലർ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ എനിക്ക് ഒരു കുട്ടി കൊണ്ട് തരികയും, പക്ഷേ ഞാനതൊരു വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങി, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് കരുതി ഞാനത് വാങ്ങി സൂക്ഷിച്ചു വെച്ചു. പക്ഷേ ഞാനത് വായിച്ചു നോക്കാനോ ഒന്നും പോയില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ അമ്മ ഡയാലിസിസിലേക്ക് വരികയും അങ്ങനെ ഞാനെൻ്റെ പാർലർ ക്ലോസ് ചെയ്യേണ്ടി വന്നു. അമ്മ എൻ്റെ കൂടെയായിരുന്നു ശുശ്രൂഷകൾക്കൊക്കെ ആയിട്ട്. അങ്ങനെ അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അയൽവാസിയായ കുട്ടിയും എനിക്ക് കൃപാസനം പത്രം കൊണ്ടു തരികയും, പക്ഷേ ഞാൻ അപ്പോഴും വായിച്ചില്ല. പക്ഷേ ഞാൻ വാങ്ങി എൻ്റെ പൂജാമുറിയിൽ കൊണ്ടുവച്ചു. പക്ഷേ അമ്മ ആ മാസം തന്നെ ആ വർഷം 2019 അമ്മയും അച്ഛനും 2 മാസത്തെ വ്യത്യാസത്തിലും മരിച്ചു പോവുകയും, അവരുടെ മരണത്തെ തുടർന്ന് എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് തോന്നി. ഒരു ആരും ഇല്ലല്ലോ എന്നുള്ള തോന്നലും അതിലുപരി ഒരു മരണഭയമായിരുന്നു എനിക്ക്. കാരണം രാത്രി എനിക്ക് ഉറക്കമില്ല. കാരണം എനിക്ക് പിന്നീടുള്ളത് എൻ്റെ ഹസ്ബൻഡും മകനും മാത്രമാണ്. അപ്പോൾ രാത്രിയിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എണീറ്റിട്ട് ഇവർക്ക് ശ്വാസമുണ്ടോ ജീവനുണ്ടോ ഇങ്ങനെ നോക്കി നടക്കുകയാണ് രാത്രിയിലും മൊത്തം. എനിക്ക് ഉറക്കമില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്കൊരു പനി വരികയും, ഞാൻ ആ സമയത്ത് എപ്പോഴും എനിക്ക് പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും കാണുകയോ ചെയ്യും വെറുതെ ഇരിക്കുമ്പോൾ. അപ്പം എനിക്ക് തലവേദന കാരണം എനിക്ക് യൂട്യൂബ് നോക്കാൻ കഴിയാതെ വരികയും, ഈ കൃപാസനം പത്രത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരികയും ഞാൻ അതെടുത്ത് വായിക്കുകയും ചെയ്തു. ആ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടായത്, ഇതെനിക്കൊന്ന് പറഞ്ഞു തന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ, കാരണം ഇങ്ങനെ ഒരു അനുഭവ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ രോഗസൗഖ്യം കിട്ടിയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഈ പത്രത്തെക്കുറിച്ച് എൻ്റെ തന്നിരുന്നുവെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാമായിരുന്നുവെന്നും, അമ്മ ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവനോടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നുവെന്നുണ്ടായിരുന്ന ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായി. കാരണം അമ്മയ്ക്ക് അന്ന് മരിക്കുമ്പോൾ 64 വയസ്സ് മാത്രമേ ഉള്ളൂ, അച്ഛനും. അതിനുശേഷം ഞാൻ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കാറുള്ളത്. അന്ന് ഞാൻ കിടന്നപ്പോൾ അന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് കിടന്നത്. മാതാവേ, എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭവനത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു സംരക്ഷണ വലയം അവിടുന്ന് തിരുകുമാരനും തീർത്ത് തരണമെന്ന് പ്രാർത്ഥിച്ചാണ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങി. രാവിലെ പിറ്റേന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞായിരിക്കും. ആ സമയത്ത് ഒന്ന് ചുമച്ച് ഞാൻ നോക്കുമ്പം സൈഡിലേക്ക് ഇങ്ങനെ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർത്തി മോനോട് തമാശ കാണിച്ചിട്ട് അങ്ങനെ തമാശ കാണിക്കുകയാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ആ ടേബിളിലുണ്ടായിരുന്ന എൻ്റെ ആ കറി വെച്ചിരുന്ന ബൗളും കഴിച്ചിരുന്ന പാത്രങ്ങളും ഒക്കെ ആയിട്ട് താഴേക്ക് വീഴുകയാണ്. ഈ പാത്രങ്ങളൊക്കെ പൊട്ടി. അപ്പോഴും പെട്ടെന്ന് ഞാനൊരു തമാശയാണ്, കാരണം എൻ്റെ ഈ ബൗളും എല്ലാം പൊട്ടിയതിൻ്റെ ചമ്മലിൽ കിടക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നി ഇത്രയും സമയം ഇങ്ങനെ കിടക്കുമോ എന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് നിലവിളിക്കുകയും, +1 ആണ് എൻ്റെ മോൻ പഠിക്കുന്നത്, അവൻ ഓടി വന്നിട്ട് അമ്മ സമാധാനിക്കുമെന്ന് പറയുകയും, പക്ഷേ ഇത്രയും വെയിറ്റുള്ള ഒരാളെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, അടുത്ത വീട്ടിലെ ചേട്ടനെയൊക്കെ പോയി വിളിക്കും മോനെ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയം എങ്ങനെയാണോ വീണത് അതേപോലെ തിരിച്ച് കസേരയിലേക്ക് കയറിയിരിക്കുക ഹസ്ബൻഡ്. അപ്പം ഞാനോർത്ത് ഇതെന്താ സംഭവം എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. കാരണം നമ്മൾ ഈ കാസറ്റൊക്കെ റിവൈൻഡ് ചെയ്യുമല്ലോ പണ്ട്. ആ റിവൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് അടിക്കുമ്പോൾ പോകുന്ന പോലെ എങ്ങനെ വീണോ പിടിച്ചൊന്നും അല്ല എണീക്കുന്നത്, അതേപോലെ കയറിയിരിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ അന്തിച്ച് നോക്കുന്ന കണ്ടിട്ട് ഹസ്ബൻഡ് ഇതൊന്നും അറിയുന്നില്ല, വീണതൊന്നും അറിയുന്നില്ല. അപ്പം ഞങ്ങളുടെ നോട്ടം കണ്ടിട്ട് ചോദിച്ചു, എന്ത് പറ്റി, കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനും മോനും പറഞ്ഞു, ഇതെന്താ കാണിച്ചത്, ഇങ്ങനെ വീണതൊന്നും അറിഞ്ഞില്ലേ, എവിടെ വീണു എന്നൊക്കെ ഒന്നും അറിയാതെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ കാണിച്ചതേ കണ്ടില്ലേ പാത്രങ്ങളൊക്കെ പൊട്ടിക്കിടക്കുന്നത്. അപ്പോൾ അത് വേണേൽ തറച്ച് കയറാം, കാരണം ചെവിയുടെ കാതിൻ്റെ സൈഡിലോട്ടൊക്കെയാണ് ഇതിൻ്റെ ചില്ല് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ അമ്മയും അച്ഛനും മരിച്ചുവെങ്കിലും മരിച്ച് വീഴുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല, മരിച്ചു കഴിഞ്ഞാണ് അവിടെ പോകുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ മുന്നിൽ ഇങ്ങനെ വീണപ്പോൾ അതും ഹസ്ബൻഡ്, അതെല്ലാവർക്കും അത് ഊഹിക്കാം. അതിപ്പോൾ എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറയാൻ എൻ്റെ ആ അവസ്ഥ. അപ്പോൾ അന്ന് വൈകിട്ട് ഞങ്ങൾ അവിടെയുള്ളൊരു പള്ളിയിൽ പോയി, അതായത് തിരുവനന്തപുരം വെട്ടുകാടെന്ന് പറയും. ആ പള്ളിയിൽ പോയി ഞങ്ങളന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. ഹസ്ബൻഡ് ചേട്ടനെ വിളിച്ചു. അപ്പോൾ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളവിടെ പോവുകയും എല്ലാ ടെസ്റ്റുകളും നടത്തി. ആ സമയം ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പവും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വഴി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ഒരു പാരമ്പര്യമുള്ളതായിട്ട് എപ്പോഴും ഇവർ പറയാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജപമാല, എനിക്ക് കൊന്ത ചൊല്ലാനൊന്നും എനിക്ക് അറിയില്ല, കൊന്തയുടെ പ്രാധാന്യം ഒന്നും അറിയില്ലെങ്കിലും ആ ഒരു കൊന്ത എൻ്റെ കയ്യിലുണ്ട്, അത് മുറുകെ പിടിച്ച് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു.
ഒരു കുഴപ്പവും ഉണ്ടാവരുതെന്ന്. അങ്ങനെ തന്നെ റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായില്ല, നല്ല പൂർണ്ണ ആരോഗ്യമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരികെ പോയിരുന്നു. പിന്നീട് ഞാൻ ഈ പത്രം വായിച്ചെങ്കിലും വിശ്വാസത്തിലോട്ട് വീണ്ടും വരുന്നില്ല. പക്ഷേ ഈ ടോക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം ഈ പത്രം വായിച്ചതിന് ശേഷം ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ തുടങ്ങുന്നത്. ടോക്ക് കേട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ കൂടുതലും ഈശോയിലേക്ക് അടുക്കുകയായിരുന്നു. കാരണം എനിക്ക് പണ്ടേ മുതൽ ഈശോയെ അറിയാം. ഞാൻ ക്രിസ്ത്യൻ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഈശോയെ അറിയാം, മാതാവിനെ അറിയാം. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഈശോയെക്കുറിച്ച് കേൾക്കാനും കൂടുതൽ അറിയാനായിട്ടും. വചനങ്ങളൊന്നും വായിക്കുമെങ്കിലും എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. അപ്പോൾ അച്ഛൻ്റെ ടോക്കിലൂടെ ഓരോ വചനങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് അച്ഛൻ. ആദ്യമൊക്കെ എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എല്ലാവരെ പോലെയും ഈ കൃപാസനത്തിൻ്റെ ഈ ചമ്മന്തി ട്രോൾ കഥകളൊക്കെ കേട്ടിരുന്നതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അച്ഛൻ്റെ ടോക്ക് കണ്ടപ്പോഴും ആദ്യം ഞാൻ ഓർത്ത് ഇവിടുത്തെ സാക്ഷ്യം കേട്ടപ്പോഴൊക്കെ ഇങ്ങനെ ഇതൊന്നും കള്ളത്തരമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധന്യ മേരി വർഗീസിൻ്റെ സാക്ഷ്യം കേൾക്കുന്നതും AK ആൻ്റണി സാറിൻ്റെ വൈഫ് എലിസബത്ത് ആൻ്റണി മാമിൻ്റെ സാക്ഷ്യം കേൾക്കാനിടയായി. അപ്പോൾ അതാണ് എന്നെ ഉറപ്പിച്ചത് ഇത് സത്യമാണെന്നുള്ളത്. കാരണം അവരെയൊക്കെ എന്തായാലും അങ്ങനെ കള്ളം പറയാൻ വരില്ലല്ലോ എന്നുള്ള തോന്നല്. അങ്ങനെ ഞാൻ വീണ്ടും അച്ഛൻ്റെ ടോക്ക് ഒരുപാട് കേട്ടു. അന്ന് മുതൽ അച്ഛൻ്റെ ടോക്ക് എന്ന് കേട്ടു തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ വീട്ടിൽ കൃപാസനം മാതാവിൻ്റെ ഈ ലൈവ് പ്രാർത്ഥന പാട്ടുകളും സാക്ഷ്യങ്ങളും അച്ഛൻ്റെ പ്രാർത്ഥനകളും ടോക്കും മാത്രമാണ്. അപ്പം ഞാൻ അച്ഛനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, ഇത് ഇത്തരം കള്ളത്തരാണല്ലോ എന്നൊക്കെ. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നാനുണ്ടായൊരു കാരണം, അച്ഛൻ എവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര ഭാഗമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ. അപ്പം അച്ഛനിങ്ങനെ ഒരു തുള്ളിയാണ് ഇന്നിങ്ങനെ ഞാൻ നോക്കുമ്പോൾ പറയുന്നത്. അപ്പം ഞാൻ ഓർക്കും ഈ ദൈവവചനമൊക്കെ ഞാനത് പറഞ്ഞില്ല, പക്ഷെ അതെനിക്ക് പറയാൻ വന്നു. ഈ ദൈവവചനം ഇത്ര സീരിയസ് ആയിട്ടല്ലല്ലോ പറയുന്നത് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ടോക്ക് കണ്ടിന്യൂ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, ദൈവമേ ഞാനും കിച്ചണിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ, കാല് വേദനിച്ചിട്ട് ഞാനും ഇങ്ങനെ തുള്ളാറുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ അടുത്ത നിമിഷം തന്നെ പറഞ്ഞു, കർത്താവ് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അതിനുശേഷമാണ് ഈ പത്രം കൊണ്ടുവന്ന കുട്ടി എന്നോട് പറഞ്ഞു, അച്ഛന് ഇങ്ങനെ ഒരു കിഡ്നിയുടെ അസുഖം ഉണ്ടെന്നും ഉള്ളതൊക്കെ. അത് കേട്ട് അന്ന് ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതങ്ങനെ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞു. എവിടെയും എനിക്ക് കൊണ്ടുപോകും, എല്ലാ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികൾ. ഞാനൊരു ഹിന്ദുവാണ്, അതേ പറയാൻ വിട്ടുപോയി. അപ്പോൾ എവിടെ വേണമെങ്കിലും എന്നെ കൊണ്ടുപോകും, എല്ലാം വാങ്ങിത്തരികയും പ്രയറിന് കൂടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞറിഞ്ഞ് എൻ്റെ ബ്രദറാണ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം എൻ്റെ പെൻഡിങ് നിൽക്കുക, എന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നല്ലാതെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് കുറച്ച് ഫ്രണ്ട്സിനും എറണാകുളത്ത് കോർട്ടിൽ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ്. അപ്പം അതിൻ്റെ ആവശ്യമായിട്ട് കോർട്ടിൽ വന്നു. തിരിച്ചു വരുന്ന വഴി ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞു, ഇങ്ങനെ ഒരു മാതാവുണ്ട്, നമുക്കിവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഇവിടെ വൈകുന്നേരം വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും പിറ്റേന്ന് നാട്ടിൽ കൊട്ടാരക്കരയിൽ ഈ ഫ്രണ്ടിനൊരു കേസുണ്ടായിരുന്നു. ആ കേസിന് അവരവിടെ പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത ആൾ വന്നിട്ട് പറയാണ്, ഞാൻ ഈ കേസ് പിൻവലിക്കുകയാണെന്ന്, ഈ കേസ് വേണ്ടാന്ന്. അപ്പോൾ അവർക്കും ഭയങ്കര വിശ്വാസമായി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാതാവ് കൊള്ളാലോ, പ്രാർത്ഥിക്കണം കേട്ടോ, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എന്നെ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ആദ്യത്തെ പ്രാവശ്യം പത്രം കൊടുക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഒരു പേടിയായിരുന്നു. ചമ്മലല്ല, എനിക്ക് പേടിയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ മുഖത്തടിച്ച് പറയുന്ന പോലെയൊക്കെ പറയുമോ എന്നുള്ള പേടി. പക്ഷേ എന്നാലും ഞാനത് കൊടുത്തു. രണ്ടാമത്തെ തവണ പുതുക്കി. അപ്പോഴാണ് അച്ഛൻ്റെ ടോക്കിലൂടെ പത്രം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം അച്ഛൻ പറഞ്ഞു തന്നത്. അപ്പോൾ അത് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. സാക്ഷ്യങ്ങളിലും കേട്ട് പത്രങ്ങളെല്ലാം ഞാൻ അപ്പം തന്നെ കൊടുത്തു തീർത്തു. പക്ഷേ ഹസ്ബൻഡിന് ഭയങ്കര എതിരായിരുന്നു പത്രം കൊടുക്കുന്നതിൽ. പത്രം കൊടുക്കേണ്ട കാര്യമില്ല, അതൊരു പരസ്യം പോലല്ലേ, നമുക്ക് പ്രാർത്ഥിക്കുകയും കാരുണ്യ പ്രവൃത്തി ചെയ്യാം, ഫുഡ് കൊടുക്കും, വസ്ത്രം വാങ്ങിക്കാൻ പൈസ കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഫുഡ് കൊടുക്കും, വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയാണ് കൊണ്ടു കൊടുക്കാറുള്ളത്. അതൊക്കെ ചെയ്യും. പക്ഷേ ഈ പത്രത്തോട് ഭയങ്കര എതിരായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ പ്രെയർ പ്രിൻ്റ് എടുത്ത് പത്രത്തോട് കൂടി ചേർത്താണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. അത് ഹസ്ബൻഡ് തന്നെ പ്രിൻ്റ് എടുത്ത് എനിക്ക് സോർട്ട് ചെയ്ത് തരും, എല്ലാം അടുക്കി സോർട്ട് ചെയ്ത് തരും, ഞാൻ എല്ലാവർക്കും കൊടുക്കും. അപ്പം ഞാൻ കൂടുതലും കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഒരു കരിയർ എനിക്ക് ആഗ്രഹിച്ച പോലെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, ഇങ്ങനൊരു മാതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എത്താൻ പറ്റുമായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് കൂടുതലും പഠിക്കുന്ന കുട്ടികൾക്കാണ് കൊടുക്കാൻ ഇഷ്ടം. എല്ലാവർക്കും കൊടുക്കും, എന്നാലും കുട്ടികൾക്കാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. പിന്നീടുണ്ടായ അനുഭവം, ഫ്രണ്ടിൻ്റെ കാര്യം ഒരു അടയാളമായിരുന്നു. അത് ഹസ്ബൻഡിൻ്റെ മനസ്സിലത് പതിഞ്ഞ് കിടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാമതേ എനിക്ക് പുതുക്കണമെന്ന്. പക്ഷേ അച്ഛൻ്റെ ടോക്കിൽ പിന്നീടുണ്ടായത്, എനിക്ക് മാതാവാണെന്ന് ഇവിടെ അറിയില്ലായിരുന്നു. ഈ ഉടമ്പടി കേട്ടതിന് ശേഷമാണ് ഇവിടെ മാതാവാണെന്ന് എനിക്കറിയാവുന്നത്. അതും നെഞ്ചിൽ ഘടികാരമേറ്റിയ മാതാവാണെന്നുള്ളത് ഞാനിവിടെ ടോക്ക് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് പിന്നെ ഡൗട്ട്, ഇവിടെ മാതാവാണല്ലോ, ഈശോയെ പ്രാർത്ഥിക്കാമോ എന്നുള്ളതായി. അപ്പോൾ അച്ഛൻ്റെ ടോക്കിലൂടെ തന്നെ ഈശോയെ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ മാതാവ് മാധ്യസ്ഥമാണ്, ഈശോയിലേക്കാണ് നിങ്ങളുടെ നിയോഗം എത്തുന്നത്. അങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അച്ഛൻ ടോക്കിലൂടെ ഞാൻ പഠിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാനും പിതാവിനെ പ്രാർത്ഥിക്കാനും പിതാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ എനിക്ക് അടയാളങ്ങൾ സഹിതം കിട്ടുകയും
സംശയങ്ങൾ തീർത്തു തരുന്നത് അച്ഛൻ്റെ ടോക്കിലൂടെയായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ മാത്രം ഞാനിതിൽ വിശ്വസിക്കൂ എന്ന അവസ്ഥയിലാണ് ഞാൻ. അച്ഛൻ പറഞ്ഞാൽ മാത്രം ഞാൻ വിശ്വസിക്കൂ ഈ ഒരു പ്രാർത്ഥനയിൽ. അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഞാൻ പാലിച്ചു വരികയാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാമത് എനിക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് ഞാനിവിടെ വന്നു, ഞാനും ബ്രദറും. പക്ഷേ എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞാൽ വന്നത്. കാരണം എനിക്ക് ഒരുപാട് അടയാളങ്ങളും വചനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും ഈശോ എന്നോട് സംസാരിക്കുകയാണ്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ബൈബിളിലൂടെ ഈശോ സംസാരിക്കുമെന്ന്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങളുടെ പ്രോബ്ലത്തെ ഒന്നും ഞാൻ പ്രോബ്ലമേ ആക്കുന്നില്ല. കാരണം അത്രയ്ക്കുള്ള വലിയ പ്രോബ്ലം ഇല്ല, അത് നമുക്ക് പരിഹരിക്കാം. അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛനെ കാണാൻ വന്നു. പക്ഷേ ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഈ കാര്യത്തിന് ഇവിടുത്തെ റൂൾസ് അനുവദിക്കുന്നില്ല, തക്കതായിട്ടുള്ളൊരു കാരണമില്ല അച്ഛനെ കാണാൻ, അതുകൊണ്ട് ഇപ്പോൾ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വിഷമം വന്നു. എങ്കിലും ഞാൻ തിരിച്ചു പോയപ്പം ഇവരൊക്കെ എന്നെ ഒന്ന് കളിയാക്കി. കാരണം അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ, ആ ഒരു കാരണം പറഞ്ഞു എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വിഷമമായി. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ വീടിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഹസ്ബൻഡിനും മകനും ബ്രദറിനും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഒരാവശ്യവും ഞാൻ പറയാറില്ല. അപ്പോൾ ഞാൻ പതുക്കെ എനിക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു, മാതാവേ, എന്നെയല്ല നിന്നെയാണ് കളിയാക്കുന്നത്. ഇവിടെ വന്നപ്പോഴും എനിക്ക് സാക്ഷ്യമായിട്ടില്ല, അതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല, അല്ലെ സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തക്കതായ സാക്ഷ്യം തന്ന് നീ എന്നെ തിരിച്ചു കൊണ്ടുപോയിക്കോ, അതുവരെ നിന്നെ ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ കൃപാസനം മാതാവേ എന്ന് വിളിക്കണമെങ്കിൽ നീ തന്നെ എനിക്ക് തക്ക സാക്ഷ്യം തന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നാൾ പ്രാർത്ഥനയിൽ നിന്ന് മാറി നിന്നു. മാതാവിൽ പ്രാർത്ഥിക്കുമെന്നതിൽ ഞാൻ കുറച്ച് മാറി നിന്നു. അപ്പോൾ എൻ്റെ അവിടെ ഒരു വീട്ടിൽ കൊച്ചൊരു ആൾത്താര പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ നോക്കാതെ മൊത്തം പൊടിയടിച്ചൊക്കെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമാണ്, ഇങ്ങനെ ക്ലീനായിട്ടൊക്കെ കിടക്കാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കുന്നതില്ല. പക്ഷേ അതേസമയം തന്നെ ഹസ്ബൻഡ് അവിടെ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയും താഴെ പൂജാമുറിയിൽ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരികയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവിനെ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര വിഷമം. ഡിസംബർ 7 വന്നപ്പോൾ മാതാവിൻ്റെ ദിവസമാണല്ലോ. അപ്പോൾ അതിന് മുമ്പൊക്കെ ഞാൻ മാതാവിൻ്റെ ആ ദിവസം ആൾക്കാരെ മുല്ലപ്പൂവൊക്കെ വെച്ച് മാതാവിനെ അലങ്കരിക്കും. ഡിസംബർ 25 ഞാൻ ഈശോയ്ക്ക് ഇങ്ങനെ കേക്ക് വയ്ക്കുകയും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും കൊന്ത ചൊല്ലുകയും ഞാൻ അഖണ്ഡ ജപമാലയൊക്കെ ഇതിനിടയ്ക്ക് ചൊല്ലി ഒറ്റയ്ക്ക് തന്നെ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അതൊന്നും നടക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. ഈ ഡിസംബർ ലാസ്റ്റാണ് എൻ്റെ മനസ്സ് ഭയങ്കര വിഷമം. അങ്ങനെ ഒരു ദിവസം ഞാൻ ടെറസിൽ പോയി തുണിയൊക്കെ വിരിച്ചിട്ട് തിരിച്ച് കയറി വന്നപ്പോൾ ഈ മാതാവിനോട്ട് എൻ്റെ നോട്ടം പോയി. അപ്പോൾ ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാനല്ലല്ലോ, ഞാൻ ഇപ്പോഴും പറയുന്നു, നീയല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത്. എൻ്റെ കൃപാസനം മാതാവിനെ വിളിക്കണമെങ്കിൽ നീ തന്നെ തക്ക സാക്ഷ്യം തന്നെ എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഞാനവിടെ ക്ലീൻ ചെയ്യാനൊന്നും പോയില്ല. അപ്പം ഞാൻ എൻ്റെ വീട് പോലും അങ്ങനെ പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യാൻ എനിക്കൊരു ഉത്സാഹമില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഹസ്ബൻഡ് ഭയങ്കര വിഷമിച്ച് വരുന്ന കണ്ടു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഒരു കേസുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അഡ്വക്കേറ്റിന് ഒരു കേസ് വന്നപ്പോൾ എന്താ സങ്കടപ്പെടാൻ, ഇതിന് മാത്രം എന്ത് കേസാണെന്ന്. അപ്പോൾ പറയാണ്, പുള്ളിക്ക് വാദിക്കാനുള്ളതല്ല, പുള്ളിക്കൊരു കേസ് വന്നു. അത് 10 വർഷം മുമ്പ് പുള്ളിയുടെ ഒരു ക്ലയൻറ്റിന് ഒരു ലീഗൽ സഹായം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എതിർകക്ഷികൾ ഈ ക്ലയൻറ്റിന് എതിരെ കൊടുത്ത കേസിൽ ഇദ്ദേഹത്തെയും കൂടെ പ്രതി ചേർക്കപ്പെട്ടു. സത്യം പറയാലോ, ആദ്യം ഞാനൊന്ന് ഞെട്ടിയെങ്കിലും നെക്സ്റ്റ് മൊമെൻറ്റ് ഞാൻ ഉള്ളിൽ പൊട്ടിച്ചിരിച്ചു. അതാണ് ഉണ്ടായത്. സത്യം പറയാൻ ഞാൻ ഈ ആൾക്കാരിൽ നിന്ന് മാതാവിനെ സാക്ഷ്യപ്പെടുത്തി പറയുക, അങ്ങനെ ചിരിക്കണമെങ്കിൽ, സ്വന്തം ഹസ്ബൻഡിന് ഒരു കേസ് വന്ന് ഹാജരാകണമെന്ന് കേട്ടിട്ട് ചിരിക്കണമെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ കുഞ്ഞായിരിക്കണം. അമ്മ മാതാവിൻ്റെ മകൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാനപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ, എൻ്റെ അമ്മ മരിച്ചുപോയി, ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല, എന്നെ നോക്കിയിരിക്കാൻ ഒരു അമ്മയില്ല എനിക്ക്, ഇതെൻ്റെ അമ്മ വീടാണ്, എനിക്ക് ഓടി വരാൻ എനിക്കൊരു വീട് വേണം, കൃപാസനം എൻ്റെ അമ്മ വീടാണ്, എൻ്റെ അമ്മ ഞാൻ വരുമ്പോൾ ഇവിടെ എനിക്ക് നോക്കിയിരിക്കാൻ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടാകണം, അതിനെന്നെ കൊണ്ടുപോകണം, അതിന് അമ്മ എനിക്ക് വഴിയൊരുക്കിയതാണെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. എനിക്ക് ചിരി വന്നു. ഞാൻ സമാധാനിപ്പിച്ചു, കാരണം വിഷമിച്ചിരിക്കുന്ന ഒരാളെ കളിയാക്കാൻ പാടില്ലല്ലോ ആ സമയത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പുള്ളി കുറേ എൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയില്ല, ഏത് വഴിക്കാണ് കേസ് എങ്ങനെ വന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറയാണ്, നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം, ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ പിന്നെ ഞാനോർത്തു, പത്രം കൊടുക്കേണ്ടി വരുമല്ലോ, അത് ഇഷ്ടമില്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കാര്യം സാധിക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഗ്രോട്ടോയിൽ പോയി തിരി കത്തിക്കാം, അല്ല എനിക്ക് നിൻ്റെ മാതാവിൻ്റെ അടുത്ത് തന്നെ പോകണം, നമുക്കൊരുമിച്ച് പോകണം. ഒരിക്കൽ ഞാനിവിടെ വന്ന സമയത്ത് എന്നെ ഹസ്ബൻഡ് കൊണ്ടുവരണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം അന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിനകത്ത് എനിക്ക് കുറേ അനുഭവങ്ങൾ, അതായത് മാതാവിൻ്റെ പ്രസൻസ് ഉൾപ്പെടെ എന്നിൽ കിട്ടിയ അനുഭവങ്ങളായിരുന്നു. അപ്പം പുറത്തുനിന്ന് കാണുന്ന ഏതൊരാൾക്കും അത്
ഭക്തി മൂത്ത് ഭ്രാന്തായതാണെന്ന് മാത്രമേ വിചാരിക്കുകയുള്ളൂ. പക്ഷേ മാതാവിൽ വിശ്വാസമുള്ള, മാതാവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്കറിയാം അത് മാതാവ് തന്നെയായിരുന്നു എന്നുള്ളത്. സ്വപ്നത്തിലൂടെയും ഒരു സ്വപ്നം കണ്ടത് ഞാൻ ഈശോയല്ല, ഒരു കുതിരപ്പുറത്ത് ഒരു ആള്, ഒരു ചുമന്ന പുറങ്ങും ഒരു കുപ്പായവും ഒരു സ്വർണ്ണ കളറിലെ അങ്കിയൊക്കെ ഇട്ട് കുറേ സൈന്യങ്ങളും ആയിട്ട് ഇങ്ങനെ വരിക. അതൊരു പിക്ചറല്ല, സൈന്യം ഇങ്ങനെ വരികയാണ് എൻ്റെ സ്വപ്നത്തിൽ. ഞാനപ്പോൾ ഓർത്ത് ഓൾറെഡി ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഇനി ഏത് പ്രശ്നമാണ് ഈ പടപിടിച്ച് വരുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബൈബിൾ എന്നോട് സംസാരിക്കുമെന്ന്. അപ്പം ഞാൻ പിറ്റേന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന്. ഞാൻ എന്നിട്ട് ആ ബൈബിള് തുറന്നൊരു വചനം കിട്ടിയത് ഇങ്ങനെയായിരുന്നു: സൈന്യങ്ങളുടെ രാജാവായ കർത്താവ് നിനക്ക് വേണ്ടി പോരാടും. അങ്ങനെ ഒരു മീനിങ്ങാണ് എനിക്ക് കറക്റ്റ്, എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു വചനമാണ് എനിക്ക് കിട്ടിയത്. പിന്നീട് മാതാവിനെ ഞാൻ ചോദിച്ചു, മാതാവേ എല്ലാവർക്കും സ്വപ്നത്തിൽ വരുന്നു, എനിക്ക് സ്വപ്നത്തിൽ വരുന്നില്ലല്ലോ, എൻ്റെ ദൈവങ്ങളൊക്കെ എനിക്ക് സ്വപ്നത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് നമ്മുടെ ഫ്രണ്ടിൽ 13-ാം കൗണ്ടറിലെ മാതാവിൻ്റെ അതേ മാതാവ്, ആ മാതാവിൻ്റെ ചോട്ടിൽ കിടന്ന് ഞാൻ ഉറങ്ങുന്നതായിട്ട്. അപ്പോൾ മോൻ എന്നെ പ്രയറിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അതാണ് എനിക്ക് മാതാവ് മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സ്വപ്നം. പിന്നെ വേറൊരു സ്വപ്നം ഉണ്ടായത്, മാതാവ് സർപ്പത്തെ ചവിട്ടി നിൽക്കുന്ന മാതാവാണ് എൻ്റെ വീട്ടിൽ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മതിലിലൂടെ ഇങ്ങനെ പാമ്പുകൾ ഇങ്ങനെ ഇഴഞ്ഞു പോവുകയാണ്. പാമ്പുകളെന്ന് പറഞ്ഞാൽ 1-2 ഒന്നുമല്ല, ആ മതിൽ ഭിത്തി മുഴുവനും പാമ്പിഴഞ്ഞു പോവുകയാണ്. അപ്പം ഞാൻ പേടിച്ചു പോയി, ഇനി ഇതെന്താ. അപ്പം നെക്സ്റ്റ് കാണുന്നത് മാതാവിൻ്റെ മുട്ട് മുതൽ താപ്പോട്ട് മാതാവ് ഒരു സർപ്പത്തേൻ്റെ തല ചവിട്ടി പൊട്ടിക്കുന്നതായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, ചവിട്ടി നിൽക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ ഗൂഗിളിലാണ് ഞാൻ നോക്കിയത് അതിൻ്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞു നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ സാത്താനിക ശക്തിയെ പൊട്ടിച്ച് കളയുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പ്രസൻസും കിട്ടിയപ്പോൾ ആണ് ഇവർ കളിയാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതാണ് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളാണ്, അല്ലാതെ എനിക്ക് രോഗസൗഖ്യം എന്ന് പറയാനായിട്ടോ അങ്ങനെ പറയാനായിട്ടുള്ള ഇതൊന്നുമല്ല. ബൈബിൾ വചനത്തിലൂടെയാണ് എനിക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു നിർത്തിയത് ഹസ്ബൻഡിൻ്റെ കേസിനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ ഈ 10 വർഷം മുമ്പുണ്ടായ കേസിൻ്റെ പേരിൽ ഇദ്ദേഹത്തെയും പ്രതി ചേർക്കുകയും ഡീറ്റെയിൽസ് കിട്ടിയില്ല. അങ്ങനെ ഇവിടെ വരാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ മോൻ്റെ സൗകര്യം നോക്കണം, മോൻ അന്ന് എക്സാം കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം വീട്ടിൽ ഞങ്ങൾക്കൊരു പട്ടിക്കുട്ടി വളർന്നുണ്ട്, അപ്പോൾ അതിന് ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിന് വീട്ടിൽ ആൾ വേണം. അപ്പം മോൻ പറഞ്ഞു എന്ത് വന്നാലും നിങ്ങളിത് മുടക്കണ്ട, കൃപാസനത്തിൽ പൊയ്ക്കോളാൻ പറഞ്ഞു, ഞാനിത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിന് പ്രാർത്ഥിച്ചു, മാതാവേ ഈ പരീക്ഷ ഒന്നിൽ മാറ്റി വെച്ച് തരണം, അല്ലെങ്കിൽ എൻ്റെ എണ്ണം ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞു. ഇൻ്റേണൽ എക്സാം എന്തോ ആയിരുന്നു. അപ്പം കുറച്ച് മോൻ പറഞ്ഞു 2 എക്സാമേ ഉള്ളൂ, അത് ഞാൻ മാനേജ് ചെയ്തോളാം, പൊയ്ക്കോളാൻ പറഞ്ഞു. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു തടസ്സം വന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്താ നിൻ്റെ മാതാവ് വീണ്ടും ഇങ്ങനെ തടസ്സം ഇടുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വിശ്വാസം വന്നിട്ടുണ്ടെങ്കിലും ഒരു പൊടിക്കൊരു വിശ്വാസം കൂടെ ബാക്കിയുണ്ട്. കാരണം അന്ന് രാവിലെ ഞാൻ ഈ കൃപാസനത്തിൽ വരാമെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത കൃപാസനത്തിൻ്റെ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തു. ടോക്സ് കേൾക്കാൻ തുടങ്ങി, അച്ഛൻ്റെ ടോക്സും പ്രയറും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് എനിക്ക് യാദൃശ്ചികമായി പഴയൊരു സാക്ഷ്യമാണ് കേട്ടത്, നമ്മൾ മാനർമത്തെ സ്പീക്കിങ്ങിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ. അപ്പോൾ ഞാനത് ഫുള്ള് കേട്ടില്ല, അത് കളഞ്ഞു. അപ്പോൾ രാവിലെ ഓഫീസിൽ പോകാൻ ഇദ്ദേഹം റെഡി ആയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പരിചയമുള്ള ഒരാളുടെ സാക്ഷ്യം കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇതിട്ട് കൊടുത്തു. അപ്പോൾ ഫുള്ള് കേൾക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ ഫുള്ള് ഇട്ടപ്പോൾ ആ ആളും ആദ്യം തിരി കത്തിക്കാം പ്രാർത്ഥിക്കുന്ന രീതിയിലായിരുന്നു. അതിൽ നിന്ന് ഉടമ്പടിയിലോട്ട് വന്നതാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മാതാവായിട്ട് കേൾപ്പിച്ചു തന്നാണത്, കാരണം തിരി കത്തിക്കുകയല്ല, ഉടമ്പടി എടുക്കണം എന്നാണ് മാതാവ് പറയുന്നതെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ പറഞ്ഞു ഉടമ്പടി എടുക്കാമെന്ന്. ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ നിമിഷം മാറ്റം വന്നത് എനിക്കാണ്. അതുവരെ മടിച്ചിരുന്ന ഞാൻ, അല്ലെങ്കിൽ ഒരു ഉത്സാഹമില്ലാതിരുന്ന ഞാൻ, എൻ്റെ വീട് ഞാൻ 2 ദിവസം കൊണ്ട് മാതാവിനെ വെൽക്കം ചെയ്യാൻ ഞാൻ തന്നെ അകവും പുറവും എല്ലാം ക്ലീൻ ചെയ്ത്, മാതാവിനെ വെൽക്കം ചെയ്യാൻ ആൾത്താരെയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി പ്രാർത്ഥനയും തുടങ്ങി. അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുക്കാനായിട്ട്. ഹസ്ബൻഡ് ഞങ്ങൾ ടോക്കൺ എടുത്തു. ഹസ്ബൻഡ് ആദ്യത്തെ ഉടമ്പടിയുണ്ട്, 11 മണിക്കത്തെ ക്ലാസ്സിലേക്ക് കയറിപ്പോയപ്പോൾ ഒറ്റയ്ക്ക് കയറിപ്പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇങ്ങനെ ഒരു വിഷമത്തിൽ ഒറ്റയ്ക്കാണല്ലോ, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. മാതാവിനെക്കുറിച്ചും എന്നിൽ വഴി അറിയാവുന്നതേ ഉള്ളൂ, മാതാവിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്നൊരു കൊന്ത എടുത്ത് പോക്കറ്റിൽ ഇട്ട് കൊടുത്തു. എന്നിട്ടും കയറിപ്പോയി. ഞാൻ താഴെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഈ കേസ് ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ മാതാവ് എൻ്റെ ഹസ്ബൻഡിനെയും കുടുംബത്തെയും ഈ വിശ്വാസത്തിലേക്ക് എന്നെയും തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ളൊരു വഴി വെട്ടിയത് മാത്രമാണ്, ഈ കേസിനെ വിളിക്കരുത് എന്ന് പറഞ്ഞു. എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നതും 2ാമത്തെ നിയോഗം വെച്ചിരുന്നത് എൻ്റെ കുടുംബം ഈ വിശ്വാസത്തിലേക്ക് വരണമെന്നായിരുന്നു, ഹസ്ബൻഡും മകനും. കാരണം ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുക്കുമ്പോൾ ഇവരാരും ഉടമ്പടിയിലില്ല, പ്രാർത്ഥനയിലുമില്ല. അപ്പോൾ ഞാൻ പ്രയറിന് ഇരിക്കുമ്പോൾ രാവിലെ എണീറ്റൽ വെക്കുന്നത് മറുനാടൻ മലയാളിയാണ് ഒരാൾ ഹസ്ബൻഡ്,
മോൻ്റെ പാട്ടും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എനിക്ക് പ്രേയറിന് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ഞാൻ പിന്നെ അതിനിടയ്ക്ക് പറഞ്ഞ് ലാസ്റ്റ് സൗണ്ടൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പുതുക്കലിൽ ഞാൻ വെച്ചതാണ് എൻ്റെ കുടുംബം വിശ്വാസത്തിലേക്ക് വരണം. പിന്നെ ഒന്നാമത്തേത് പരിശുദ്ധാത്മാവ് നിറയണമെന്നാണ്. വേറൊന്നും ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം ഓരോന്നായിട്ട് ഷോർട്ടായിട്ടൊക്കെ എഴുതി വിട്ടതേ ഉള്ളൂ, എനിക്കൊന്നും ഓർമ്മയില്ലത്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എടുക്കാൻ കയറിയിട്ട് ഞാൻ താഴേന്ന് പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് കൂടെ ഉണ്ടെങ്കിൽ ഒരു അടയാളം കൂടെ കൊടുക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുതുക്കാൻ വന്നോണ്ട് ഞാൻ 11:30 ക്ലാസ് കഴിഞ്ഞിട്ട് പുതുക്കി ഞാൻ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ ബാഗിൽ വെള്ളവും കുടിക്കാം. അപ്പോൾ ഈ ബാഗാണ്, ഈ ബാഗ് അത് വെയിറ്റ് ഉള്ളതുകൊണ്ട് അതിങ്ങ് വാങ്ങിക്കാം, കാരണം ഇവിടെ വരുമ്പോൾ ഈ വിളക്കിൽ തട്ടുകയോ ഒന്നും ചെയ്യണ്ടല്ലോ, ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാനപ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ പരതി വരികയാണ്. അങ്ങനെ പരതി വന്ന് ഞാൻ ഈ സൈഡ് വരുമ്പോൾ ഉണ്ട് തിരിയൊക്കെ പിടിച്ച് മാതാവിൻ്റെ മുമ്പേ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് അപ്പോഴും ചിരി വന്നു. ഞങ്ങളെല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു. കാരണം അങ്ങനെയൊന്നും എടുക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചില്ല. പത്രം കൊടുക്കാൻ തന്നെ മടിച്ച ആൾ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അതിലേറെ എനിക്കൊരു അത്ഭുതം തോന്നിയത്, ഈ കൃപാസനത്തിലെ ചൂട് നമുക്കറിയാം, ഞാൻ ഇപ്പോഴും നിന്ന് വിയർക്കുന്നുണ്ട്. അന്നത്തെ ദിവസം ചൂടെന്ന് എഴുതി കാണിച്ചാൽ വിയർക്കുന്ന ആളാണ്. ആ ഒരു ദിവസം ഞങ്ങൾ വീട്ടിലെത്തുന്നിടം വരെ ഒരു തുള്ളി വിയർപ്പ് ദേഹത്തുണ്ടായിട്ടില്ല. ആ ഷർട്ട് നനഞ്ഞിട്ടില്ല. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പക്ഷേ ആ വിശ്വാസം അച്ഛൻ പറയുന്നത് പോലെ സമർപ്പിച്ച് വിശ്വസിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയി. ട്രെയിനിൻ്റെ കാര്യത്തിലുണ്ട്, ഞങ്ങൾ 1:30 ട്രെയിൻ തിരിച്ചുള്ളത് ബുക്ക് ചെയ്തായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ടൈം ചോദിച്ചപ്പോൾ 2 മണിയാകുമെന്ന് പറഞ്ഞു, ഈ ഉടമ്പടി കഴിഞ്ഞ് ഇതെല്ലാം കഴിയുമ്പോഴേക്കും. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് തിരികെ എത്തിച്ചിട്ട് പോകാം, അടുത്ത തവണ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് കരുതി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല എനിക്ക് ഉടമ്പടി എടുക്കണം. ശരി, അപ്പം അത്ര സീരിയസ് ആയിട്ടുള്ള മാറ്റർ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അപ്പം ഞങ്ങൾ പറഞ്ഞു, തിരിച്ചു പോക്കൊക്കെ മാതാവ് ഒരുക്കിക്കോളും. അപ്പം ഞാൻ എവിടെ പോയാലും ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ, ഇവിടെ അല്ല എവിടെ പോയാലും എൻ്റെ മോൻ പോയാലും മാതാവേ നീ കൂടെ വന്ന് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തി നീ തന്നെ സുരക്ഷിതമായി തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിലെത്തിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങുന്നത്. ഇവിടെ വന്നു. ഈ ഉടമ്പടി ക്ലാസ്സിനിടയ്ക്ക് തന്നെ 1:30 ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു വൈകിട്ടത്തേക്ക് പോകാനുള്ളത്, ഞാനത് അറിഞ്ഞില്ല. ഉടമ്പടി എല്ലാം കഴിഞ്ഞ് പറഞ്ഞു 6:30 ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതേ ട്രെയിനിലോട്ട് ടിക്കറ്റ് ഞങ്ങൾ അന്ന് റിട്ടേൺ ബുക്ക് ചെയ്തപ്പോൾ സീറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് 1:30 ബുക്ക് ചെയ്തത്. അങ്ങനെ ട്രെയിനിൽ കയറി ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറിയപ്പോൾ ഞങ്ങൾ ഏത് ട്രെയിനിനാണോ വന്നത് അതേ ട്രെയിൻ തന്നെയായിരുന്നു തിരിച്ചും കിട്ടിയത് ഞങ്ങൾക്ക്. അതിന് മുമ്പ് തിരിച്ച് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടിയില്ല ആ സീറ്റ്. അങ്ങനെ ഞങ്ങളെ മാതാവ് കൊണ്ടുപോയി തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു എന്നുള്ളത്. അങ്ങനെ ആ ട്രെയിനിൽ കയറിയ സമയത്താണ് ഹസ്ബൻഡിന് ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം വിളിക്കുകയും ഈ കേസ് പണ്ടേ കഴിഞ്ഞതാണ്, അതിനെപ്പറ്റി ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. പക്ഷേ ട്രെയിനിൽ കയറിയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അപ്പം തന്നെ എനിക്കത് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഉടനടി പരിഹാരം അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്ക് ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഞാനാണെങ്കിലും അത് എന്നെക്കാളും ഇപ്പോൾ വിശ്വാസവും പ്രാവർത്തികമാക്കുന്നതും എൻ്റെ ഹസ്ബൻഡാണ്. അതിൻ്റെ ഫലം തന്നെയാണ് ആ ഉടനടി പരിഹാരം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പിറ്റേന്ന് ഓഫീസിൽ പോയിട്ട് എന്നെ വിളിച്ച് പറയുകയാണ്, എടി ഇനി ഈ കേസിനെ പറ്റി ഡീറ്റെയിൽസ് അറിഞ്ഞു, ഇതിനി വിളിക്കില്ല എന്ന്. ഞാൻ എന്താണോ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് മാതാവിനോട് അത് തന്നെയാണ് ഞാൻ കേൾക്കുന്നത്. ഈ കേസ് ഇനി വിളിക്കില്ല. ആ കേസ് 10 വർഷം മുമ്പ് നടന്ന കേസ് തന്നെ ഇപ്പോൾ വീണ്ടും കൊടുത്തതാണ്. പക്ഷെ അത് 10 വർഷം അന്നത്തെ കേസിൽ തന്നെ കോടതി വിധി വന്നിരുന്നു. ഈ കേസിൽ ഇനി ഒരു നിയമ നടപടിയും പാടില്ല എന്നുള്ള വിധി ഓൾറെഡി ഉള്ള കേസായിരുന്നു. ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലായിരിക്കും എന്താണെന്നത് ഇപ്പോഴും അറിയില്ല. കാരണം ആ ക്ലയൻറ്റുമായിട്ട് ഇപ്പോൾ ഒരു കോൺടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷേ എന്തായാലും ആ കേസ് ക്ലോസ് ആയിട്ടില്ല. അതാവുമ്പോൾ ഹസ്ബൻഡ് സാക്ഷ്യം പറയും. ഈ ഒരു വിഷയം ഞാൻ മാതാവിന് പ്രാർത്ഥിച്ച പോലെ എന്നെയും കുടുംബത്തെയും മാതാവിൻ്റെ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് മാതാവും തിരുക്കുമാരനും വെട്ടിയ അല്ലെങ്കിൽ ഒരു തെളിച്ച വഴി മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ പത്രം കൊടുക്കും, വെറുതെ കൊടുക്കുകയല്ല, ആളുകളോട് നിന്ന് സംസാരിച്ച് വെയിൽ കൊണ്ട് കാറെടുക്കത്തില്ല, സ്കൂട്ടർ എടുത്ത് പോവും, വെയിൽ കൊണ്ട് വിയർത്ത് ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞങ്ങളങ്ങനെ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കൃപാസനം പത്രം ഉണ്ട്, അറിയാം. അപ്പം വെറുതെ കളയാൻ ഞങ്ങൾ തരില്ല എന്ന് പറയും. വായിക്കാനും സൂക്ഷിച്ചു വെക്കാനും ആണെങ്കിൽ നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് വിശ്വാസമുണ്ട്. നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നമ്മളെ കൊണ്ട് തീർത്താൽ തീരത്തില്ല ഉള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുകയോ അത് നിങ്ങൾ സാക്ഷ്യം കേട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. വചനങ്ങൾ കേൾക്കുകയോ അച്ഛൻ്റെ ടോക്ക് കേൾക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ കാരുണ്യപ്രവർത്തനം ചെയ്യുന്നത് ഞങ്ങൾ കൂടുതലായിട്ട് ഫുഡ് കൊടുക്കാറാണുള്ളത്. ഞങ്ങൾ ആഴ്ചയിലും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി ബോധികയായിട്ട് 6, 7, 10 ഫുഡ് ഞങ്ങൾ വഴി വരുന്നത് രാത്രിയിലാണ്. ഞങ്ങൾ 10 മണിയാകുമ്പോഴാണ് മിക്കവാറും പോകാറുള്ളത്. കാരണം ആ സമയത്താകുമ്പോൾ ശരിക്കും ഭക്ഷണം കിട്ടാത്തവരെ കണ്ടു കിട്ടും.
അല്ലാത്തപ്പോൾ അവിടേക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എല്ലായിടും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുക്കും, വസ്ത്രം വാങ്ങിക്കാനായിട്ട് ഭക്ഷണം കൊടുക്കും. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കാൻ ഒരുപാട് പേര് വന്നു. ഉടമ്പടി എടുക്കാനായിട്ട് പൈസ ഇല്ലാത്തവർക്ക് അങ്ങനെ കൊടുത്തു. ഇനിയും വരാനുള്ളവരുണ്ട്, ഉടമ്പടി എടുക്കാൻ വരുന്നവരുണ്ട്. ഇപ്പോൾ ടോക്ക് കേൾക്കും, പ്രെയർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കാരുണ്യ പ്രവൃത്തിയിൽ പോകുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഈ പത്രം കൊടുക്കും, പിന്നെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്ക്, നമ്മുടെ പ്രെയർ, ഡെയിലി ബ്രെഡ് ഞങ്ങൾ എന്നും കൂടും, മറക്കത്തില്ല, മുടക്കത്തുമില്ല. അത് ഞങ്ങൾ വാട്സപ്പിലെ സ്റ്റാറ്റസിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഏതൊരാളെ കണ്ടാലും കൃപാസനം മക്കളെ പോലെ ഞാനും അമ്മ മാതാവിനെയും തിരുക്കുമാരനെയും കുറിച്ച് വാദോരാതെ സംസാരിക്കും. അവർ കേൾക്കുമോ സ്വീകരിക്കുമോ ഒന്നും ഞാൻ നോക്കില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ഞങ്ങൾ ശ്രമിക്കും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മനസ്സിലാവുന്നിടം വരെ ഞങ്ങൾ പറഞ്ഞും കൊടുക്കും. മനസ്സിലാകാത്തവരുണ്ട്, പിന്നെ പേടിയുള്ളവരുണ്ട്. ഹിന്ദുസായിട്ടുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ അവരെ ഞാനിപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയുമ്പോൾ ഞാനിപ്പോൾ പൊട്ട് തൊടാറില്ല. ഇവിടുത്തെ വിശുദ്ധ തൈലമാണ് എൻ്റെ പൊട്ട്. ഞാൻ കുരിശ് വരച്ചിറങ്ങാറേ ഉള്ളൂ, പൊട്ട് ഞാൻ തൊടാറില്ല. ഇപ്പോൾ എൻ്റെ അലമാരയിൽ പൊട്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞാലേ പെട്ടെന്ന് അവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ പേടിക്കണ്ട, കളയരുത്. അഥവാ ഇനി വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഗ്രോട്ടോയിൽ കൊണ്ടുവയ്ക്കണം, വഴിയിൽ കളയരുതെന്ന് പറയും. ഗ്രോട്ടോ എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട്, അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ പത്രപ്രവർത്തനം, പത്ര വിതരണം ഇത് ചെയ്യും. സ്റ്റാറ്റസ് സാക്ഷ്യങ്ങളൊക്കെ പിന്നെ വാട്സപ്പിലിടും. അതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ ഉള്ളത് ജപമാല. കൊന്ത ചൊല്ലാൻ അറിയാത്ത ഞാൻ കൊന്ത ചൊല്ലാൻ പഠിച്ചു, കരുണക്കൊന്ത ചൊല്ലുമായിരുന്നു. പിന്നെ അഖണ്ഡ ജപമാല ചൊല്ലി, ബൈബിള് വായിക്കും. പിന്നെ എന്നും ഗുഡ് മോർണിംഗും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഗുഡ് മോർണിംഗ് ഇടുന്നത് ഫേസ്ബുക്കിലെ മിശിഹായുടെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിനകത്തെ ആ ഫേസ്ബുക്ക് പേജിലെ വചനം, പ്രഭാത പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്, ആ വചനങ്ങളാണ് ഞാൻ ഗുഡ് മോർണിംഗ് ഇടുന്നതും സ്റ്റാറ്റസ് എന്നും ഇടും. അപ്പോൾ എന്നോട് പല ഫ്രണ്ട്സും ചോദിക്കും ജീസസിനെയാണോ വിശ്വാസം. അപ്പോൾ അവരോടും എനിക്കത് പറയാനുള്ളൊരു അവസരം കിട്ടുകയാണ്. അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ മോൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കുട്ടികൾക്കും അവരുടെ അമ്മമാരും മുസ്ലിംസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് പറയും ഞാൻ, ഇവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരും വരുന്നുണ്ട്, തീർച്ചയായിട്ടും വിശ്വസിക്കണം. ഞങ്ങളുടെ അനുഭവങ്ങൾ ഇപ്പം നമുക്ക് ഈ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ അനുഭവം ഞാൻ അതും മാതാവിനോട് പറഞ്ഞു. മാതാവേ, ഞങ്ങൾക്ക് സ്വന്തം അനുഭവം പറഞ്ഞ് ഒരാളോട് മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു ധൈര്യമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതമ്മ എനിക്ക് തരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി, സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്നാണ് മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ എൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന മറ്റൊന്നിനെക്കുറിച്ചും ആവശ്യപ്പെടാറില്ല. ഈ ഒരൊറ്റ പ്രാർത്ഥന ഞാൻ പറയാറുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും, മോനും താമസിയാതെ അവൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ മാതാവ് എന്നെ വിളിക്കുന്ന ദിവസം ഞാനും വന്ന് ഉടമ്പടി എടുക്കും. കാരണം അവൻ എത്തിസ്റ്റാണെന്ന് പറഞ്ഞ് അടയ്ക്കുക, ആ ഒരു പ്രായമാണ്, LLB ഫൈനൽ ഇയർ ആണിപ്പോൾ. അപ്പോൾ അവന് ഒരു കൊന്ത കൊടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അവനത് വാങ്ങിക്കില്ല. ഞാൻ അത് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ബൈക്കിൽ പോകുന്നതാണ് അവൻ, എനിക്ക് അമ്മയുടെ സംരക്ഷണം അവന് വേണം, അത് ഉറപ്പാക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു കൊന്ത അമ്മ എത്തിക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം അവൻ വന്നിട്ട് പറഞ്ഞു, അമ്മ, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കൊന്ത തന്നു എന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു. എനിക്ക് ആ ഫ്രണ്ടിനോട് ഞാൻ മാതാവിന് സമർപ്പിച്ച ആ ഫ്രണ്ടിനെയും പ്രാർത്ഥിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. നല്ല ഫ്രണ്ട്സാണ് അവനുള്ള എല്ലാം. ഈ കുട്ടിയെ നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ എനിക്ക് കിട്ടി, അവന് നല്ലൊരു ഫ്രണ്ടായിട്ട്. അപ്പോൾ എവിടെ പോയാലും അവനൊരു 3-4 ബാഗുണ്ട്. അപ്പോൾ എവിടെ ജിമ്മിൽ പോകാൻ, വെളിയിൽ പോകാനായിട്ട്, കോളേജിൽ പോകാനായിട്ട്, എവിടെ പോയാലും ഈ കൊന്ത എടുത്ത് ആ ബാഗിൽ, അവൻ ഏത് ബാഗാണ് എടുക്കുന്നത് അതിലിട്ടുകൊണ്ടേ അവൻ പോകാറുള്ളൂ. പിന്നെ അവൻ എക്സാമിന് പോകുമ്പോഴും ഞാൻ ഹാൾ ടിക്കറ്റ് എടുത്തോ പേന എടുത്തോ ഒന്നും ഞാൻ ചോദിക്കാറില്ല, കൊന്ത എടുത്തോടാന്ന് മാത്രം ചോദിക്കും. അഥവാ അവൻ ആ ധൃതിയിലാണെങ്കിൽ, അമ്മ ആ ബാഗിൽ എൻ്റെ കൊന്ത കിടക്കാതെ എൻ്റെ ഈ ബാഗിലേക്ക് ഇട്ടേക്കെന്ന് അവൻ അതിനിടയ്ക്ക് പറയും, അത് ഇട്ട് കൊടുക്കും. അങ്ങനെ അവനും മാതാവിലുള്ള വിശ്വാസമാണ്, അവന് പ്രസൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനത് ആദ്യം ഒരു പേടി തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എന്ന് ഉടമ്പടി എടുക്കാൻ നോക്കുന്നു അന്ന് എനിക്ക് എൻ്റെ സൈഡിൽ ഇങ്ങനെ മാതാവ് നോക്കി നിൽക്കുന്ന പോലെ തോന്നും, എനിക്ക് പേടിയാണെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ആദ്യം അവൻ തള്ളുന്നതാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഗൂസ് ബംസൊക്കെ വന്ന് അവനിങ്ങനെ ഭയങ്കര ഐസായിട്ട് തണുത്തുറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു പേടിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ, നീ പേടിക്കണ്ട, മാതാവിൻ്റെ അനുഗ്രഹം നിനക്കുണ്ട്. കാരണം ഉടമ്പടി എടുക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അമ്മ മാതാവിനെ കാണുക എന്നുള്ളത്. അപ്പോൾ നിനക്കതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട് അമ്മ മാതാവിൻ്റെ. അപ്പോൾ നീ അത് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എത്തിസ്റ്റാണെന്ന് പറഞ്ഞാലും എൻ്റെ വിശ്വാസം വന്നപ്പം അടുത്തുള്ള ഗ്രോട്ടോയിലൊക്കെ പോയി അവൻ പ്രാർത്ഥിക്കാറുണ്ട്, അതെന്നോട് പറയാറുണ്ട്. അവനും അടയാളങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അവൻ്റെ എക്സാം, അതുപോലെ അവൻ്റെ 10th സമയത്തുള്ള എക്സാം, ആ എക്സാം ഞാൻ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ച് നേടിയ വിജയമാണ്. അവനങ്ങനെ കുത്തിരുന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ മെനക്കെട്ട് പഠിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, അമ്മ തന്നെ അവൻ്റെ കൈ പിടിച്ച് പരീക്ഷ എഴുതിക്കണേ, അവന് നല്ലൊരു മാർക്ക്, അഡ്മിഷന് വേണ്ട നല്ലൊരു മാർക്ക് തരണേ എന്ന് പറഞ്ഞു. അതുപോലെ നല്ല മാർക്കോടെ പാസ്സായി. അത് കഴിഞ്ഞ് കൊറോണ വരികയായിരുന്നു. +1 +2 വീട്ടിലിരുന്നുള്ള പഠനമായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവേ, അവൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമില്ല,
അമ്മയുടെ കൃപ, തിരുക്കുമാരൻ്റെ അച്ഛൻ പറയുന്ന പോലെ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതിൽ തന്നെയാണ് ഞാൻ അന്ന് വിശ്വസിച്ചിരിക്കുന്നത്. അത് അച്ഛൻ്റെ വായിലൂടെ കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഉറപ്പിച്ചു. എന്നെ ശരിയായ വഴിയിലൂടെ തന്നെ അമ്മ നയിച്ചു എന്നുള്ളത് എനിക്കൊരു ഉറപ്പ് വന്നു, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ആ +2ഉം +1ഉം അവൻ്റെ എക്സാം, അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവ് തന്നെ അവൻ്റെ കൈ പിടിച്ച് എക്സാം എഴുതണേന്ന്. അവനതും നല്ല മാർക്കോടെ പാസ്സായി. പിന്നെ LLB, ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ഉണ്ട്. അവൻ ആദ്യം പറഞ്ഞു ബാക്കി എൻട്രൻസ് ഒന്നും വേണ്ട, മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെറുതെ ഒരു ഡിഗ്രി എടുക്കണ്ട, LLB തന്നെ എടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്നാണ് എൻ്റെ എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്തത്. അപ്പോഴും ഞാൻ മാതാവിനോട് ഇത് തന്നെ പ്രാർത്ഥിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവിനോട് അവന് ഡൽഹി പോയി പഠിക്കണമെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാവരും ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ ഇവിടുന്ന് വേറെ എങ്ങും പോകണ്ട, കാരണം അവൻ്റെ ഫുഡിന് തന്നെ ഒരു ചിട്ടയുണ്ട്, ഇന്നതൊന്നും കഴിക്കില്ല, ചിക്കൻ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഈ ട്രിവാൻഡ്രത്ത് തന്നെ അവന് അഡ്മിഷൻ കിട്ടണം LLB. മാതാവ് എനിക്ക് എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്, മാർ ഇവാനിയസ് കോളേജിൽ, മാർ ഗ്രിഗോറിയസ് ക്യാമ്പസിൽ, മാർ ഇവാനിയസ് ക്യാമ്പസിലാണ്, മാർ ഗ്രിഗോറിയസ് കോളേജിലാണ് അവൻ പഠിക്കുന്നത്. മാതാവ് എനിക്ക് എൻ്റെ മുറ്റത്ത് അവൻ അഡ്മിഷൻ തരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. അതിനും മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ കുടുംബത്തോടെ ഉടമ്പടിയിലാണ്, മരണം വരെയും ഞങ്ങൾ ഉടമ്പടിയിലായിരിക്കും ഞങ്ങളുടെ ജീവിതം. അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അമ്മ മാതാവിനും തിരുക്കുമാരനെ പറ്റി ആരോടൊക്കെ പറയാമോ അത്രത്തോളം ഞങ്ങൾ പറയും. എൻ്റെ ബ്രദറും അതെ. പിന്നെ ഇതുവരെ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും സംരക്ഷണങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങൾ ഒരുപാട്, എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളെന്നും നന്ദിയുള്ളവളായിരിക്കും. ഞാൻ പ്രത്യേകിച്ചും എൻ്റെ അമ്മ വീടാണ് കൃപാസനം. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അച്ഛൻ ഡേറ്റ് എടുത്ത് പ്രാർത്ഥിക്കുന്ന കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഡേറ്റ് എടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല, എനിക്ക് അറിയില്ല, അതുകൊണ്ടായിരിക്കാം എനിക്കൊരു ഡേറ്റ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ അടുത്തിടയ്ക്ക് അച്ഛൻ ഗോൾഡൻ 7 പറ്റി ടോക്ക് ചെയ്തത്. ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു പുതിയ സംഭവം ഉണ്ടെങ്കിലും അത് 7-ലായിരിക്കും തുടങ്ങുക എന്നുള്ളത്. അതുപോലെ ഞാൻ പറഞ്ഞു എല്ലാ മാസവും 7-ാം തീയതി കഴിയുമെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് 7-ാം തീയതി ഇവിടെ വന്ന് എന്നെ ഇവിടെ കൊണ്ടുവരണം, എനിക്ക് എൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടുവരണം എന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അമ്മയും മാതാവിനും തിരുക്കുമാരനും ഒരു പ്രാവശ്യം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷി അവസാനിപ്പിക്കുന്നു.